4 മിനിറ്റോളം ഭൂമി കുലുങ്ങി. പിന്നെ കൊളംബിയയിലെ പല നഗരങ്ങളിലും കാണാൻ കഴിഞ്ഞത് ഒരേ കാഴ്ച. തകർന്ന കെട്ടിടങ്ങൾ, ആശുപത്രികളിൽ നിന്ന് പുറത്തേക്ക് ഓടുന്ന ആളുകൾ, അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവർ. ഇതൊരു സാധാരണ ഭൂമികുലുക്കമായിരുന്നില്ല. 7.4 തീവ്രത. കൊളംബിയ കണ്ട 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും ശക്തമായ ഭൂമികുലുക്കം. ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം 130-ലധികം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. 570-ലധികം പേർക്ക് പരിക്കേറ്റു. ഇനിയും ആളുകൾ അവശിഷ്ടങ്ങൾക്കടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന ആശങ്ക തുടരുകയാണ്. റെസ്ക്യൂ ടീംസ് രാത്രിയും പകലും സെർച്ച് ഓപ്പറേഷൻസ് നടത്തുകയാണ്. പക്ഷേ ഈ ഭൂമികുലുക്കത്തിന്റെ ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം മാഗ്നിറ്റ്യൂഡ് മാത്രമല്ല. 107 കിലോമീറ്ററോളം ആഴത്തിലുണ്ടായ ഭൂകമ്പം ഇത്രയും വലിയ ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കിയതെങ്ങനെ? അത് മനസ്സിലാക്കാൻ കൊളംബിയയുടെ ജോഗ്രഫി മുതൽ ഈ ഡിസാസ്റ്ററിന്റെ ഗ്രൗണ്ട് റിയാലിറ്റി വരെ നോക്കണം. എന്താണ് കൊളംബിയയിലെ നിലവിലെ അവസ്ഥ? ഏറ്റവും പുതിയ വിവരങ്ങൾ അടങ്ങിയ ഗ്രൗണ്ട് റിപ്പോർട്ട് പരിശോധിക്കാം. ദക്ഷിണ അമേരിക്കൻ രാജ്യമായ കൊളംബിയയിൽ നിന്ന് വരുന്നത് അതിദാരുണവും നടുക്കുന്നതുമായിട്ടുള്ള വിവരങ്ങളാണ്. 21ാം നൂറ്റാണ്ടിൽ കൊളംബിയ കണ്ട ഏറ്റവും വലിയ ഭൂകമ്പത്തിനാണ് രാജ്യം കഴിഞ്ഞ മണിക്കൂറുകളിൽ സാക്ഷ്യം വഹിച്ചത്. റിക്ടർ സ്കെയിലിൽ 7.4 തീവ്രത രേഖപ്പെടുത്തിയ ഈ വൻ ഭൂചലനത്തിൽ മരണസംഖ്യ 130 കടന്നിരിക്കുകയാണ്. 500-ലധികം ആളുകൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും 3000-ലധികം പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. നഗരങ്ങൾ ഒന്നടങ്കം തകർന്നു വീണു. ആശുപത്രി കെട്ടിടങ്ങൾ നിലംപൊത്തി. ആകാശത്തോളം ഉയർന്ന പൊടിപടലങ്ങൾക്കിടയിൽ സ്വന്തക്കാരെ തിരയുന്ന മനുഷ്യരുടെ കാഴ്ചകൾ ലോക മനസാക്ഷിയെ തന്നെ പിടിച്ചുലയ്ക്കുകയാണ്. കൊളംബിയൻ പ്രസിഡന്റ് നാഷണൽ എമർജൻസി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തിങ്കളാഴ്ച പ്രാദേശിക സമയം രാവിലെ 7:34 പടിഞ്ഞാറൻ കൊളംബിയൻ പ്രവിശ്യയായ ചോക്കോയിലെ സാൻ ഹോസെ ഡെൽ പാൾമർ എന്ന പ്രദേശത്ത് ഭൂചലനം അനുഭവപ്പെടുന്നത്. തലസ്ഥാനമായ ബൊഗോട്ടയിൽ നിന്ന് ഏകദേശം 280 മുതൽ 400 കിലോമീറ്റർ വരെ അകലെയാണ് ഈ പ്രദേശം. US ജിയോളജിക്കൽ സർവേയുടെ കണക്ക് പ്രകാരം ഭൂമിക്കടിയിൽ 107 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം ഉണ്ടായിരുന്നത്. ഇതിന് പിന്നാലെ 4.85 തീവ്രതയുള്ള ശക്തമായ തുടർചലനങ്ങളും അനുഭവപ്പെട്ടു. കൊളംബിയയിൽ മാത്രമല്ല, അയൽരാജ്യങ്ങളായ ഇക്വഡോറിലും പനാമയിലും വെനസ്വേലയിലും വരെ ഈ ഒരു പ്രകമ്പനം വളരെ ശക്തമായിട്ട് അനുഭവപ്പെട്ടു. ഏറ്റവും വലിയ പ്രഹരമേറ്റത് കൊളംബിയയിലെ പ്രധാന നഗരങ്ങൾക്കാണ്. ഒന്ന് പെരേര. റൈസറാൾഡ പ്രവിശ്യയിലെ കോഫി റീജിയനിൽ സ്ഥിതി ചെയ്യുന്ന പെരേര നഗരത്തിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചത്. ഇവിടെ മാത്രം 60ഓളം മരണങ്ങളാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. 2 കാലി. കൊളംബിയയിലെ 3ാമത്തെ വലിയ നഗരമായ കാലിയിൽ 19ഓളം വലിയ ബഹുനില മന്ദിരങ്ങൾ പൂർണ്ണമായും നിലംപൊത്തി. ഏറ്റവും ദാരുണമായ സംഭവം നടന്നത് കാലി യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലാണ്. ആശുപത്രിയുടെ 30% ഭാഗങ്ങൾ തകർന്നു വീണു. ഇതിൽ കുട്ടികളുടെ വിഭാഗവും ICU ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. രോഗികളും കുട്ടികളും ഇതിനിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഇനി മാനിസയിലും ക്വിബ്ഡോയും. ചോക്കോയുടെ പ്രാദേശിക തലസ്ഥാനമായ ക്വിബ്ഡോയിലും മാനിസാലയിലും ഡസൻ കണക്കിന് കെട്ടിടങ്ങളും വീടുകളും തകർന്നിട്ടുണ്ട്. തെരുവുകളിൽ കൊള്ളയടിക്കൽ തടയാൻ കാലി, മാനിസാലേസ്, അർമേനിയ നഗരങ്ങളിൽ അധികൃതർ കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിലവിൽ പ്രദേശത്ത് വൻതോതിലുള്ള രക്ഷാപ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. കൊളംബിയൻ പ്രസിഡന്റ് അബെർലാഡോ ഡി ലാ എസ്പ്രിയല ദുരന്തബാധിത പ്രദേശങ്ങളിൽ നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ്. സൈന്യത്തെയും മിലിറ്ററി എഞ്ചിനീയർമാരെയും സ്നിഫർ ഡോഗുകളെയും രക്ഷാപ്രവർത്തനത്തിനായി പൂർണ്ണമായിട്ട് വിന്യസിച്ചിട്ടുണ്ട്. എന്നാൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് വലിയ തിരിച്ചടിയാകുന്നത് ഗതാഗത തടസ്സങ്ങളാണ്. ചോക്കോ പ്രവിശ്യയിലെ മിക്ക പ്രദേശങ്ങളിലേക്കും കാടുകളിലൂടെയോ ബോട്ടുകളിലൂടെയോ ഒക്കെയാണ് എത്താൻ സാധിക്കുന്നുള്ളൂ. ഇപ്പോൾ അങ്ങോട്ട് സഹായം എത്തിക്കാൻ വൈകുകയുമാണ്. പെരേര, കിബ്ഡോ, മാനിസാലേസ്, അർമേനിയ തുടങ്ങിയ 5-ലധികം എയർപോർട്ടുകൾ സാധാരണ വിമാന സർവീസുകൾക്കായിട്ട് അടച്ചുപൂട്ടിയിരിക്കുകയാണ്. മെഡിക്കൽ സർവീസുകൾക്ക് മാത്രമാണ് ഇപ്പോൾ അനുമതിയുള്ളത്. അതേസമയം ദുരന്തബാധിതർക്ക് സഹായവുമായി അന്താരാഷ്ട്ര സമൂഹവും രംഗത്തെത്തിയിട്ടുണ്ട്. അമേരിക്ക $15.5 മില്യൺ ഏകദേശം 130 കോടിയിലധികം രൂപയുടെ അടിയന്തര ആശ്വാസ ധനസഹായം പ്രഖ്യാപിച്ചു. ഈ ഒരു എർത്ത് കൊളംബിയയിലെ മറ്റൊരു വലിയ ട്രാജഡിയുടെ ഓർമ്മയും തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. 1999 കൊളംബിയയുടെ കോഫി റീജിയനിൽ മാഗ്നിറ്റ്യൂഡ് 6.2 രേഖപ്പെടുത്തിയ ഒരു ഭൂചലനം ഉണ്ടായിരുന്നു. അർമേനിയ, പെരേര എന്നിവിടങ്ങളിൽ വലിയ നാശനഷ്ടമുണ്ടായി. 1000-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു. അതുകൊണ്ട് ഈ തവണ അതോറിറ്റീസിലേക്ക് എർത്ത് റെസ്പോൺസിന്റെ സീരിയസ്നെസ് നന്നായിട്ട് അറിയാമായിരുന്നു. എന്നിരുന്നാലും 2026 ഈ ഒരു ഭൂകമ്പം മാഗ്നിറ്റ്യൂഡിന്റെ കാര്യത്തിൽ അതിനേക്കാൾ വലിയ ഒരു സംഭവമാണ്. റിപ്പോർട്ടുകൾ പ്രകാരം മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത എന്നാണ് പ്രാദേശിക ഭരണകൂടം നൽകുന്ന സൂചന. അവശിഷ്ടങ്ങൾക്കിടയിൽ ജീവന്റെ തുടുപ്പുകൾക്കായിട്ട് സന്നദ്ധ പ്രവർത്തകരും ബന്ധുക്കളും മണ്ണ് നീക്കി തിരച്ചിൽ തുടരുകയാണ്. അടുത്ത കാലത്തായിട്ട് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ തുടർച്ചയായി ഉണ്ടാകുന്ന ഈ വലിയ ഭൂകമ്പങ്ങൾ വലിയൊരു കാലാവസ്ഥ ഭൂഗർഭ ആശങ്കയായിട്ട് മാറിക്കഴിഞ്ഞു. ദുരന്തമുഖത്തുള്ള കൊളംബിയൻ ജനതയ്ക്കൊപ്പം നമുക്കും പ്രാർത്ഥിക്കാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.